അങ്ങനെ ക്യൂബ മുകുന്ദന്മാരുടെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുകയാണ്. അഫ്രീദി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? എങ്ങനെ കാണാനല്ലേ? അഫ്രീദിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും യൂട്യൂബും എല്ലാം ഇന്ത്യയിൽ ബാനാണല്ലോ. പക്ഷേ ഈ അഫ്രീദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാം. ഇതാണ് അഫ്രീദി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പോസ്റ്റ്. ഷാഹിദ് അഫ്രീദി ബ്രേക്സ് സൈലൻസ് ഓവർ ദുബായ് ഇവൻറ്റ് റോ കോൾസ് ഔട്ട്റേജ് അൺഗോൾഡ് ഫോർ വിയ ഖലീജ് ടൈംസ്. ഇതാണ് ഷാഹിദ് അഫ്രീദി ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ലിങ്ക്. നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഖലീജ് ടൈംസ് എന്ന് പറഞ്ഞ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അഫ്രീദി കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂ ആണ്. ഇതാണ് ആ ഇൻ്റർവ്യൂ. ഇത് കുറേ ഉണ്ട്, ഞാനിത് മൊത്തം വായിക്കുന്നില്ല. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, അത് മാത്രം ഞാൻ വായിക്കാം. അഫ്രീദി ഹൂ ഓൾസോ റൺസ് എ ഫിറ്റ്നസ് സെൻറ്റർ അറ്റ് PAD ഫെസിലിറ്റി said some Indians spotted him and Umar Gul at venue and invited them in. They were just excited to see us. We were happy to meet them and share a few light moments. That's all it was, he said. സംഭവം ഇത്രേ ഉള്ളൂ. അഫ്രീദി PAD ഫെസിലിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ നടത്തുന്നു. അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അയാളുടെ ബിസിനസ്, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ ഫെസിലിറ്റി വെച്ചിട്ട് അവിടെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഈ മറ്റേ ഉമ്മർ പേരെന്താണ്, ക്യൂബ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അപരാധ അസോസിയേഷൻ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇവന്മാർ അഫ്രീദീനെയും ഉമ്മർ ഗുലിനെയും കണ്ടു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന്മാർക്ക് വല്ലാത്തൊരു ആകർഷണം. എന്താകർഷണമെന്ന് എനിക്കറിയത്തില്ല. ഇവന്മാർ ആണും പെണ്ണും കെട്ട ആളുകളായതുകൊണ്ട്, ഇവന്മാരല്ല ഇവന്മാരും ഇവളുമാരും ആണും പെണ്ണും കെട്ടവരായതുകൊണ്ട് അവർക്ക് ഏത് തരത്തിലുള്ള ആകർഷണം വേണമെങ്കിലും തോന്നാമല്ലോ. അഫ്രീദി ചേട്ടാ ഒന്ന് വരുമോ ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് അഫ്രീദി ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് സ്റ്റേജൊക്കെ കയറ്റി നിർത്തി പുള്ളിക്ക് മൈക്കും കൊടുത്തിട്ട് ഒരു സമ്മാനവും കൊടുത്തു വിട്ടു. ഇതാണ് നടന്നത്. അല്ലാതെ അഫ്രീദി വലിഞ്ഞു കയറി ചെന്നതല്ല. അഫ്രീദി വലിഞ്ഞു കയറി ചെന്നതാണെന്നാണ് ഇവന്മാർ പറഞ്ഞത്. കോമൺ സെൻസ് ഉള്ള നമുക്ക് മനസ്സിലാവുമല്ലോ. അയാൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അയാൾ ഒരു സെലിബ്രിറ്റിയാണ്. അയാൾ ഒരു കാരണവശാലും അപ്പുറത്ത് എന്താ പരിപാടി നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തല കാണിച്ചേക്കാമെന്ന് വെക്കുമോ? ഒരിക്കലും ഇല്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഹണി റോസ് ഓരോ സ്ഥലത്ത് ഉദ്ഘാടനത്തിനൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരി ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് വന്നെങ്കിൽ തൊട്ടപ്പുറത്തൊരു ബേക്കറി ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് കയറിയേക്കാം എന്നവർ വെക്കുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ ഇവന്മാരുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങിയല്ലോ. ഇനി ഇവന്മാരെ എന്താ ചെയ്യണ്ടേ? ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഒരു കാലെ ചവിട്ടി പിടിച്ചിട്ട് മറ്റേ കാലെ പിടിച്ച് വലിച്ച് കീറണം. കീറിയിട്ട് അങ്ങനെ തന്നെ ഇടല് തിരിച്ചിട്ടേക്കണം. ഒരു കാരണവശാലും ഒട്ടാൻ പാടില്ല. ഇവന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും ഇവരെ ന്യായീകരിച്ചവരുണ്ടല്ലോ, അവരെ ഒന്നും കാണാനില്ലല്ലോ. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ ഇതൊന്നും അറിഞ്ഞില്ലേവാ. ഈശ്വരനല്ലേ എല്ലാം അറിഞ്ഞ് കാണുമല്ലോ അല്ലേ? മൗനം പാലിക്കുന്നതായിരിക്കും. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അപരാധ അസോസിയേഷനിലെ അംഗങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ അഫ്രീദിനെ കണ്ടുപിടിക്കുക. മനസ്സിലായോ? അതായത് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയേ. പുള്ളിയുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ പുള്ളി എന്താ തെറ്റ് ചെയ്തേ? ഒന്നും ചെയ്തില്ല. പാകിസ്ഥാൻ തോറ്റ് തുന്നം പാടിയിട്ടും ഞങ്ങൾ വിജയിച്ചതെന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഓടിച്ചാടി നടക്കുന്നത്. പുള്ളിയുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് പുള്ളി ഏതറ്റം വരെ പോവും, എന്ത് നുണയം പ്രചരിപ്പിക്കും. അതിനിപ്പോൾ എന്നാ കുഴപ്പം? നിങ്ങളോ ഇന്ത്യക്കാർ ഇന്ത്യൻ പൗരത്വം വെച്ചുകൊണ്ട് വല്ല നാട്ടിലും പോയി കിടന്നിട്ട് സ്വന്തം നാടിനെ തള്ളിപ്പറയുന്ന വൃത്തികെട്ടവനൊക്കെ, നീ ഒന്നും ഇവിടെ കാല് കുത്താനായിട്ട് ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുഴുവൻ നോക്കിയെന്ന് പറഞ്ഞാലും രാജ്യത്തോട് ഒരു സ്നേഹമില്ലാത്ത ആളുകൾ ഏറ്റവും കൂടുതൽ വസിക്കുന്നത് കേരളത്തിലായിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും തന്നെ കണ്ടാൽ മതിയല്ലോ. ഈ ഫേസ്ബുക്കിലെ കമൻറ്റുകളും പോസ്റ്റുകളും തന്നെ മാത്രം മതി കുറേ രാജ്യദ്രോഹികളെ പിടിച്ച് പുറത്താക്കാനായിട്ട്. എത്ര എണ്ണം ഉണ്ടെന്നറിയോ? ചുമ്മാ ജസ്റ്റ് സോഷ്യൽ മീഡിയ വഴി കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. ഈ പാലസ്തീനോടൊക്കെ സ്നേഹം കാണിക്കുന്നത് നേരെ വിട്ടോളാൻ പറയണം. അങ്ങോട്ട് വിട്ടാൽ പാകിസ്ഥാനോട് സ്നേഹം കാണിക്കുന്നോ അങ്ങോട്ട് വിട്ടാക്കാൻ പറഞ്ഞു. നിർത്തണ്ട. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവൻ ഇവിടെ നിന്നാൽ മതിയെന്നേ. പിന്നെ കുറേ അമ്മമാർ പറയുന്നുണ്ട് ക്രിക്കറ്റ് കളിക്കാരനാണ്, ആ രീതിയിലാണ് ഞങ്ങൾ അയാളെ ഇഷ്ടപ്പെടുന്നത്. ഒരു കോപ്പും വേണോ? ഇനിയിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് പറഞ്ഞാലും നാളെ രാജ്യത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു പൊക്കോളാൻ പറയണം. രാജ്യം കഴിഞ്ഞിട്ടൊക്കെ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പലരും പറയുന്നേക്കാം, അയ്യോ ഞാൻ പണിയെടുക്കും ജീവിക്കും, ഇതിനിടയ്ക്ക് ഞാൻ ഇതെന്തിനാണ് നോക്കുന്നത്, എനിക്ക് പണിയെടുത്താൽ എനിക്ക് കൊള്ളാം, കോപ്പാണ്. എൻ്റെ രാജ്യം ഇല്ലെങ്കിൽ എവിടെ പോയി പണിയെടുക്കും? ആലോചിച്ചിട്ടുണ്ടോ? എത്ര രാജ്യങ്ങളാണെന്നറിയോ ഈ തീവ്രവാദം കാരണം നശിച്ച് പണ്ടാറാണ് കിടക്കുന്നത്. ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടികളും മുതിർന്നവരുമൊക്കെ ക്യൂ നിൽക്കുന്ന എത്രയോ നാടുകളുണ്ടെന്നറിയോ? അവർക്ക് തന്നെ സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ മേലെ. ഈ പക്വത എത്തുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഭൂമിയിലുക്കം വന്ന് സർവ്വതും നശിച്ചാലും ഞാനും ഒരു കടക്കാരനും ഒരു പലചരക്കടക്കാരനും ഉണ്ടെങ്കിൽ ഞാനങ്ങ് ജീവിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ വിചാരിക്കുന്നവരെ രാജ്യത്ത് പല പല കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളിപ്പോൾ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഞാൻ പണിയെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കൊള്ളാം,
ഇങ്ങനൊരു ചിന്താഗതി എന്നാ പൊട്ടന്മാരാണെന്ന് ആലോചിച്ച് നോക്കി.